വെൽക്കം ടു ലിസ ബിസിനസ് കേരള. ഇന്ന് ഞാൻ പുതിയൊരു ബിസിനസ്സാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുക. കൂടാതെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതുമാത്രമല്ല, ലിസ ആപ്ലിക്കേഷൻ എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലിസ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് മുമ്പുള്ള വീഡിയോസുകളിൽ സെർച്ച് ചെയ്യുക. ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംരംഭകരാകാനും നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സാഹചര്യം നമ്മുടെ സാധ്യതകളാക്കി മാറ്റണം. ആ ഒരു സാഹചര്യത്തെ സാധ്യതയാക്കി മാറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ ഒരു അധിക വരുമാനം എന്ന നിലയിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരു വരുമാന മാർഗം എന്ന നിലയിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് വീടുകളിലെ ആൾക്കാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ ബിസിനസ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു, സാഹചര്യത്തെ സാധ്യതയാക്കി മാറ്റുക. നമ്മളിപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ ചൂടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. ഭീകരമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശങ്ങൾ ഒരുപാട് ഫംഗ്ഷനുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഫംഗ്ഷനിലെല്ലാം അസഹനീയമായ ചൂട് സഹിച്ചുകൊണ്ടാണ് ഈ ഫംഗ്ഷനുകളിലൊക്കെ ആൾക്കാർ വന്ന് വിയർത്ത് കുളിച്ച് നിൽക്കുന്നത്, AC ഇല്ലാത്ത ആ ഇടങ്ങളിൽ. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം AC റൂമുകൾ അല്ലെങ്കിൽ AC ഹാളുകളൊക്കെ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം വലിയൊരു തുക അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും AC ഹാളൊക്കെ ബുക്ക് ചെയ്തൊരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ. അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമുക്കൊരു ബിസിനസ് സാധ്യതയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗമുണ്ട്. അതാണ് ടെൻറ്റ് കൂളർ എന്ന് പറയുന്ന ഒരു കൂളറാണ്. ടെൻറ്റ് കൂളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കാറ്റടിച്ചു കൊടുക്കുന്ന ഒരു ഫാനാണ്, അതായത് കൂളറാണ്. മറ്റുള്ള കൂളറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തണുത്ത കാറ്റ് അടിക്കാനായിട്ട് ഈ കൂളറിന് സാധിക്കും. അതുമാത്രമല്ല ഒരുപാട് സ്പേസിലേക്ക് ഈ കാറ്റ് അടിക്കാൻ സാധിക്കും. നമ്മളെ ഹാള് തണുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കും. ഈ ഒരു കൂളറിന് ഏകദേശം 23,000 രൂപയാണ് ഏകദേശം വില. അതിൻ്റെ കൂടിയതുണ്ട്. ഏകദേശം മിനിമം ഒരു 23,000 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് വാങ്ങി റെന്റിന് കൊടുത്തുകൊണ്ട്, അതായത് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് സൃഷ്ടിച്ചുകൊണ്ട് റെന്റിന് കൊടുത്തുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്താം. എന്തൊരു ബിസിനസ് കണ്ടെത്തി, ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തി ആ ബിസിനസ് സാധ്യതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ടെൻറ്റ് കൂളർ, അതായത് ഒരു 3-4 ടെൻറ്റ് കൂളറിന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയ്ക്ക് അടുത്തെങ്ങാണ്ടേ വരുള്ളൂ. ടെൻറ്റ് കൂളർ സ്റ്റാർട്ട് ചെയ്യും. ഇവന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടെൻറ്റ് കൂളറിന് ഏകദേശം 750 രൂപ നമുക്ക് ഡെയിലി റെന്റിന് വാങ്ങാൻ സാധിക്കും. അത് ഓരോരുത്തരുടെയും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ആ റേറ്റിൽ വ്യത്യാസപ്പെടുത്തും. അപ്പോൾ അതിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവന്റ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് നമുക്കതിനെ ഇതിനകത്ത് ചേർത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇപ്പം പണ്ടൊക്കെ കാലങ്ങളിലൊക്കെ കല്യാണമൊക്കെ നടത്തുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇവന്റ് മാനേജ്മെൻറ്റുകൾക്ക് പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ അത്ര സക്സസ് ആയിട്ടില്ല. കാരണം ഇവന്റ് മാനേജ്മെൻറ്റുകൾ ഭീകരമായിട്ട് സ്പ്രെഡായി. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആളും എല്ലാവരും ഇവന്റ് മാനേജ്മെന്റിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇവന്റ് മാനേജ്മെന്റുകൾക്ക് ഈ ടെൻറ്റ് കൂളർ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ വരത്തുള്ളൂ. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 4 ടെൻറ്റ് കൂളർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഏകദേശം നല്ലൊരു വരുമാനത്തിലേക്ക്, മാസം ഒരു നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ കല്യാണ ഫംഗ്ഷൻ, മീറ്റിങ്ങുകൾ, ഈ കുട്ടികളുടെ പ്രോഗ്രാമുകൾ, ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ടെൻറ്റ് കൂളറിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം സ്കൂളിലൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ
കൂടും, അവരുടെയൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ ചൂട്, ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉഷ്ണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ടെൻറ്റ് കൂളർ പ്രയോജനപ്പെടും. അപ്പോൾ അതൊരു ബിസിനസ്സാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു സാധ്യതയാക്കി മാറ്റാവുന്നതാണ് ഒരു അധിക വരുമാനം എന്ന നിലയിൽ. ഇപ്പം വീടുകളിൽ ഭാര്യയാളും ചേട്ടനാളും മക്കളാളും ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം നമുക്ക് ഇന്നോവേറ്റീവായിട്ട് എന്ത് ബിസിനസ്സും നമുക്ക് തുടങ്ങുവാണെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകൾ സാധ്യതകൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിങ്ങനെ നമ്മുടെ ഈ ചാനലിൽ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവർ അവരവരുടെ വീഡിയോസുകൾ സെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്കത് ഈ പറയുന്ന ചാനൽ വഴി നമുക്ക് പ്രസിദ്ധപ്പെടുത്താൻ സാധിക്കും. ലിസ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഈ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു സംരംഭകരായി മാറും. കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ദിവസം ഉപയോഗിക്കുന്നതാണ്. ഫുഡ് പ്രോഡക്റ്റുകളായിട്ടാണല്ലോ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ഈ പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് ഒരു വരുമാനത്തിലേക്ക് എത്തുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, പ്രോഡക്റ്റ് നമുക്ക് 100 പേരിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സിനെ ഘട്ടഘട്ടമായിട്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ലിസ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്താണ് നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യാം. സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾ ചോദിച്ചതിന് ശേഷം അത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ലിസ ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തന്നെ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും. ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പ്രോഡക്റ്റ് നിർമ്മിച്ച് ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കുവാൻ സാധിക്കും. അതിലൂടെ വരുമാന മാർഗം കിട്ടും. കൂടാതെ ഇതിലൂടെ ഒരു എക്സ്ട്രാ ഒരു വരുമാന മാർഗവും കണ്ടെത്താൻ സാധിക്കും. അതായത് പ്രോഡക്റ്റ് നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രോഡക്റ്റ് വാങ്ങുന്നതിലൂടെയും ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഐഡിയകളൊക്കെ ചേർത്തുകൊണ്ടാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് വരുന്നത്. ഇതിൻ്റെ പ്രാരംഭഘട്ടം കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു, ട്രയൽ റൺ കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാം. നിങ്ങൾക്കൊരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, വലിയ മിഷനറി വേണ്ട. നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ പ്രോഡക്റ്റ് നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു, നല്ലൊരു ബിരിയാണി മസാല ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ലിസ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട്, നമ്മളെ വിളിച്ച് ചോദിക്കാം അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ലൈവ് പ്രോഗ്രാം വെക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം കണ്ടെത്തിയിട്ട് ഒരു ലൈവ് പ്രോഗ്രാം, ഒരു ടൈം കണ്ടെത്തിയിട്ട് ഒരു ലൈവ് പ്രോഗ്രാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രോഡക്റ്റ് പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് നിർമ്മിച്ച് ഈ പറയുന്ന ലിസ ആപ്ലിക്കേഷനിൽ കൊടുക്കും. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. മുമ്പ് പറഞ്ഞ ബിരിയാണി മസാല അതിൻ്റെ കൂട്ടുകളെല്ലാം തയ്യാറാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മിക്സിയിൽ തന്നെ നിങ്ങൾക്കത് പൊടിക്കാം. പൊടിച്ചതിന് ശേഷം പാക്ക് ചെയ്ത് പറയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ മതി. അത് കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ മാത്രം
നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊടിക്കുന്ന ഒരു മെഷീൻ, ചെറിയൊരു മെഷീൻ ആദ്യം വാങ്ങി അതിൽ പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന മെഷീനറിയുടെ കപ്പാസിറ്റി കൂട്ടുക. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന മെഷീനറി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മസാല കൂട്ടുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പൊടിക്കുന്ന, അതായത് മസാല പൊടിക്കുന്ന കടകളിൽ കൊടുത്ത് പൊടിച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി മാർക്കറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും, ചെറിയ രീതിയിലാണ് എല്ലാ ബിസിനസ്സുകളും മുമ്പോട്ട് വരുന്നത്. എല്ലാ കോപ്പറേറ്റീവായിട്ടുള്ള കമ്പനികളുടെ ആണെങ്കിലും എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് വന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. നിങ്ങളെല്ലാം നല്ല ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ്. നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നതിൻ്റെ, ബിസിനസ്സിൽ നിന്നും പുറകോട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാനുള്ള വൈമുഖ്യം. എങ്ങനെ എത്തിക്കും, എങ്ങനെ മാർക്കറ്റ് ചെയ്യും, അതിനൊരു പരിഹാരമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലിസ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ലിസ ആപ്ലിക്കേഷൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന രീതിയിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പായിട്ട് നമ്മളത് അവതരിപ്പിക്കും. ഓരോന്നും നോട്ട് ചെയ്തതിന് ശേഷം ഓരോ നോട്ടും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ടെൻറ്റ് കോളറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻറ്റ് മാനേജ്മെൻറ്റ് വേറെ ബിസിനസ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ടെൻറ്റ് കോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് വളർന്ന് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ബിസിനസ് സാധ്യത നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. എന്ന് പറഞ്ഞ പോലെ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ചെറിയ ബിസിനസ്സുകൾ ചെറിയ രീതിയിൽ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ചെറിയ അളവിൽ തുടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കുക. പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പല ആൾക്കാരും വീഡിയോസ് കാണുന്നുണ്ട്, കമൻറ്റ് ചോദിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഈ ലൈവായിട്ട് വരുന്ന ടൈം നമ്മുടെ ഈ പറയുന്ന ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈമിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.